നമസ്കാരം. നമ്മുടെ വ്യോമസേനയുടെ ചരിത്രത്തിൽ ഉണ്ടായ ഏറ്റവും സങ്കടകരമായ, ദാരുണമായ ഒരു സംഭവമായിരുന്നു നമ്മുടെ തേജസ് യുദ്ധവിമാനം. അത് ദുബായിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. ഒരു വൈമാനികൻ ആ സംഭവത്തിൽ രക്തസാക്ഷിയായി. നമ്മളെ സംബന്ധിച്ച് ഒരു നടുക്കുന്ന സംഭവം എന്നതിനപ്പുറം വലിയ നാണക്കേടും ആശങ്കയും ഉണ്ടാക്കിയ ഒരു സംഗതി കൂടിയായിരുന്നു. കാരണം ഇന്ത്യൻ നിർമ്മിത തേജസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു അഭിമാന സ്തംഭമായിരുന്നു. അതിനു പറ്റിയ ഒരു അപകടം, അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അട്ടിമറി ഉണ്ടോ, അത്തരം ചില ചർച്ചകളും. കാരണം ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടന്നതിന് ശേഷം നടന്ന ഒരു അപകടം എന്ന നിലയിൽ വലിയ രീതിയിലുള്ള ആ ഒരു ചർച്ചയും മുൻപോട്ട് പോയിരുന്നു. ഈ അപകടം നടന്നത് 2025 നവംബർ 21 പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:10 ദുബായ് എയർ ഷോയ്ക്കിടെ അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചാണ് ഈ അപകടം നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിച്ചു. എന്താണ് ഈ അപകട കാരണം എന്ന തരത്തിൽ വലിയ അഭ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചു. അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഈ സംഭവത്തിൻ്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ള ആരോപണവും ആശങ്കയും ഇപ്പോഴും അന്തരീക്ഷത്തിൽ തുടരുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ അപകടത്തിൽ വിംഗ് കമാൻഡർ നമ്യാഷ് സ്യാൽ എന്ന വൈമാനികനാണ് രക്തസാക്ഷിയായത്, അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ചത്. ഏതായാലും ഈ തേജസിൻ്റെ ഈ വ്യോമസേനയിൽ തേജസ് എത്തിയിട്ട് 20 വർഷത്തോളമായി. ആ 20 വർഷത്തെ നിരന്തരമായ പരീക്ഷണ പറക്കലുകൾ, മറ്റ് പരിപാടികളിലെല്ലാം വ്യോമാഭ്യാസ പ്രകടനങ്ങളിലടക്കം പങ്കെടുത്തിട്ടും അതിൻ്റെ ചരിത്രത്തിലുണ്ടായ ആദ്യ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ആദ്യ അപകടമാണ് ദുബായിൽ നടന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം അതിനുണ്ടായിരുന്നു. ഇനി എന്താണ് ആ അപകടത്തിന് കാരണമെന്നുള്ള പ്രാഥമിക നിഗമനം ഉണ്ടായത് ഈ വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ നടത്തിയ നെഗറ്റീവ് G-ടേൺ എന്ന ഒരു അഭ്യാസ പ്രകടനം. അത് മനസ്സിലാക്കാൻ നമുക്ക് ഗുരുത്വാകർഷണം എന്താണെന്നറിയാമല്ലോ. ഏതെങ്കിലും ഒരു വസ്തു ആകാശത്ത് നിലനിൽക്കുകയാണെങ്കിൽ അതിനെ ഭൂമി താഴേക്ക് വലിക്കും എന്നുള്ളതാണ് നമ്മൾ ഗുരുത്വാകർഷണത്തിൽ പങ്കെടുക്കുക. എന്നാൽ ഗുരുത്വാകർഷണത്തിൽ മനസ്സിലാക്കുക. എന്നാൽ അതിന് വിരുദ്ധമായി ഒരു സംഗതി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെയാണ് നെഗറ്റീവ് G-ടേൺ എന്ന് പറയുക. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വിമാനം നേരെ പറന്നു പോകുന്ന ഒരു വിമാനം തലകീഴായിട്ട് പറന്നാൽ എങ്ങനെ ഉണ്ടാകും, അതിനെയാണ് ഈ നെഗറ്റീവ് G-ടേൺ. അങ്ങനെ തലകീഴായിട്ട് പറന്നിട്ട് വീണ്ടും പൂർവ്വസ്ഥിതിയിലാകുക എന്നുള്ളൊരു അഭ്യാസ പ്രകടനമാണ് ഈ അപകടത്തിന് തൊട്ടു മുൻപ് നമ്യാഷ് സ്യാൽ ചെയ്തത്. ആ സമയത്തിന് അദ്ദേഹത്തിന് ഈ റെഡ് ഔട്ട് എന്ന ഒരു ശാരീരിക അവസ്ഥ, അതായത് തലകീഴായി ഈ ഗുരുത്വാകർഷണത്തിന് വിരുദ്ധമായി തലകീഴായി പറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബ്ലാക്ക് ഔട്ട്, കുറച്ച് നേരത്തേക്ക് സ്വബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരണ ശേഷി ഇല്ലാണ്ടാവുക, പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ കുറഞ്ഞപക്ഷം സ്വയരക്ഷയെ കരുതി ഈ എജക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, സീറ്റടക്കം, ആ വിമാനത്തിൻ്റെ സീറ്റടക്കം പാരച്യൂട്ട് സംവിധാനത്തിൻ്റെ സഹായത്തോടെ തെറിച്ചു പോകുന്നതാണ്. അതടക്കം പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കാതിരുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് വന്ന വിവരം. ഏതായാലും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ UAE-യിലാണ് ഈ അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വ്യോമയാന അധികൃതരും ചേർന്ന് ഒരു പ്രാഥമിക ഘട്ട പരിശോധനകളൊക്കെ നടത്തി. ഏതായാലും 2 രാജ്യങ്ങളിലെയും സുരക്ഷാ ഏജൻസികളും ചേർന്ന് വലിയ രീതിയിലുള്ള എന്താ പറയുക, ആശയ കൈമാറ്റവും വിവരങ്ങൾ കൈമാറ്റം അടക്കം നടക്കുന്നു. അതോടൊപ്പം വ്യോമയാന നിയമങ്ങൾ പാലിക്കുന്നതിനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും ഒരുപാട് സമയമെടുത്തു. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ അന്വേഷണത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് ഇതുവരെ പുറത്താകാത്തത് എന്നുള്ളതാണ് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി എന്താണ് ഇതിൻ്റെ മറ്റ് സാങ്കേതിക വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും അതേപോലെ തന്നെ വിമാനത്തിൻ്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും പരിശോധനയ്ക്കായി വീണ്ടെടുത്തിരുന്നു. അപ്പോൾ ഈ വിമാനം തകരുന്നതിന് തൊട്ട് മുൻപുള്ള ഫ്ലൈറ്റ് പാരാമീറ്ററുകൾ, അതായത് ആ എല്ലാ സംവിധാനങ്ങളും ശരിയായ നിലയിൽ പ്രവർത്തിച്ചതാണോ അല്ലയോ, പോരാത്തതിന് ഈ പൈലറ്റ് ഈ കൺട്രോൾ റൂമുമായിട്ട് നടത്തിയ അവസാന സന്ദേശങ്ങൾ, അതേപോലെ എഞ്ചിൻ്റെ പ്രവർത്തനം എന്നിവ സംബന്ധിച്ച് സെക്കൻഡുകൾ തിരിച്ച് വിശകലനം ചെയ്യണം. അപ്പോൾ ഇതിന് വിപുലമായ ഫോറൻസിക് ലാബ് പരിശോധനകൾ ആവശ്യമാണ്. അതുകൊണ്ട് ഒരുപാട് സമയം ഇനിയും ആവശ്യമുണ്ട് എന്നുള്ളത് കൂടി വരുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഫ്ലൈ ബൈ വയർ എന്ന സംഗതി. അത് ഈ ഒരു കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനമാണ്. നമ്മുടെ വിമാനം പറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത സംവിധാനം.
അപ്പോൾ ഇതിലെന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ സോഫ്റ്റ്വെയർ ലാഗുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇതെല്ലാം സസൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. മറ്റൊരു സംഗതി, ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ അത് ഈ ഹൈഡ്രോളിക് സംവിധാനങ്ങളാണെങ്കിലും ശരി, ഫ്യുവൽ ലൈനുകളാണെങ്കിലും ശരി, വിമാനത്തിൻ്റെ ചിറകുകൾ, ഇതെല്ലാം പരസ്പരം വേർതിരിച്ച്, അതായത് കത്തിപ്പോയിരുന്നു എങ്കിലും കിട്ടിയ സാധനങ്ങളെല്ലാം ഒരുമിച്ച് ശേഖരിച്ച് പുനഃക്രമീകരിച്ച് എല്ലാം ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിങ്ങനെ നോക്കുന്നത് വിമാനത്തിന് അപകടത്തിന് തൊട്ടു മുമ്പ് യാതൊരുവിധ സാങ്കേതിക തകരാറും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനുമൊക്കെ ഒരുപാട് സമയം ആവശ്യമുണ്ട്. കൂടാതെ ഈ പറയുന്ന തേജസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അഭിമാന സ്തംഭമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരുപാട് തന്ത്രപ്രധാന സംവിധാനങ്ങളും അതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനാ ഫലങ്ങൾ അത് അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്ന കോർട്ട് ഓഫ് എൻക്വയറി എന്ന് പറയുന്ന അന്വേഷണ സംഘമാണ്. അവർ ഒരു അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയാലും രാജ്യത്തിൻ്റെ സുരക്ഷാ കാരണങ്ങൾ അല്ലെങ്കിൽ രഹസ്യ സ്വഭാവം പരിഗണിച്ച് ഇത് പരസ്യപ്പെടുത്താനും സാധ്യതയില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നത് സംബന്ധിച്ചുള്ള സംഗതികൾ. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ചില ആശങ്കകളും അഭ്യൂഹങ്ങളും ഇപ്പോഴും അന്തരീക്ഷത്തിൽ തുടരുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ വ്യോമാഭ്യാസ പ്രകടനം നടക്കുന്ന ദുബായ് എയർ ഷോയ്ക്കിടെ ഈ തേജസ് യുദ്ധവിമാനത്തിന് ഓയിൽ ലീക്ക് ഉണ്ടായി എന്ന തരത്തിൽ സൈബർ പ്രചാരണം ഉണ്ടായിരുന്നു. അത് നടത്തിയത് പ്രത്യേകിച്ചും പാകിസ്ഥാൻ അനുകൂല ഹാൻഡിലുകളിൽ നിന്നായിരുന്നു. ഈ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്ത പാകിസ്ഥാൻ വ്യോമസേന അംഗങ്ങൾ തന്നെ ഈ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തു. പക്ഷേ അത് വ്യാജ പ്രചാരണങ്ങളാണെന്ന് പിന്നീട് സ്ഥിരീകരണം ഉണ്ടാകുകയും ചെയ്തു. ഫാക്ട് ചെക്കുകളടക്കം ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. മറ്റൊരു ന്യൂനത ചൂണ്ടിക്കാട്ടിയത് ഈ വിമാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഭാരക്കുറവ്, അതിൻ്റെ രൂപഘടനയിലെ പാളിച്ച, ഇതൊക്കെ അപകട കാരണമാകും എന്നുള്ള ചില സൂചനകൾ വന്നു. പക്ഷേ ഈ വിമാനത്തിൻ്റെ ഭാരക്കുറവിന് കാരണം ഈ വിമാനത്തിൻ്റെ 45%-ലധികവും നിർമ്മിച്ചിരിക്കുന്നത് ഈ സ്റ്റീൽ എന്ന ലോഹഭാഗത്തേക്കാൾ കാർബൺ ഫൈബർ കമ്പോസിറ്റ് എന്ന് പറയുന്ന പുതിയ സാമഗ്രി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിന് ഭാരം കുറവാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതൊരു ന്യൂനതയായിട്ടല്ല വിലയിരുത്തപ്പെടുന്നത്. ഭാരം കുറവായതിനാൽ വിമാനത്തിന് കൂടുതൽ വേഗത കൈവരിക്കാനും കഠിനമായ അഭ്യാസ പ്രകടനങ്ങൾ സുരക്ഷിതമായി നടത്താനും സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത് വിലയിരുത്തൽ പിന്നീടുണ്ടായത്. കൂടാതെ അപകട കാരണമെന്ന് പിന്നീട് വിലയിരുത്തിയത് ഇതൊരു ലോ ആൾട്ടിറ്റ്യൂഡ്, അതായത് കുറഞ്ഞ ഉയരത്തിൽ നടത്തിയ അഭ്യാസ പ്രകടനത്തിനിടയിൽ വിമാനത്തിന് താങ്ങാൻ കഴിയുന്നതിലപ്പുറമുള്ള ഗുരുത്വാകർഷണം അതിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ ഈ വിമാനത്തിന് ഉയർന്നു പറക്കാൻ, പെട്ടെന്ന് അത്ര താഴ്ന്നു പറന്നിട്ട് പെട്ടെന്ന് അതിവേഗതയിലെത്തി ഉയർന്നു പറക്കാൻ പറ്റിയ ഒരു അവസ്ഥ അതിനുണ്ടായില്ല എന്നുള്ള രീതിയിലും സ്ഥിരീകരണം വന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ഫ്ലൈ ബൈ വയർ, അതായത് വിമാനം പറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനം, ഇതിനെന്തെങ്കിലും തകരാറുണ്ടോ? അത് വളരെ ഗുരുതരമായ ഒരു ചോദ്യമാണ്. അന്വേഷണത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അധികൃതരടക്കം നടത്തിയ അന്വേഷണത്തിൽ ഇതിന് ചെറിയ സംവിധാനങ്ങളിൽ ചെറിയ അപാകതകളുണ്ട് എന്നുള്ളത് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നീട് അതിൻ്റെ തകരാർ പരിഹരിക്കുക, അത് അപ്ഡേറ്റ് ചെയ്യാനും വ്യോമസേനയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും അതിന് അപ്ഗ്രേഡുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു ഗുരുതരമായ സംഗതി ഇതുമായി ബന്ധപ്പെട്ട് വന്നത്, ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിമാനഭാഗങ്ങളുടെ നിർമ്മാണ കമ്പനിയായ ടെക് എയറോ ഡിവൈസസ് എന്ന സ്ഥാപനത്തിന് നേരെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വലിയ വഞ്ചനാ കുറ്റം ചുമത്തി. അത് കാരണം അവർ വലിയ തട്ടിപ്പ് നടത്തി, വ്യാജരേഖ ചമച്ചു എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ അതിലേക്ക് വന്ന കാര്യം, ഈ തേജസ് മാർക്ക് 1 യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുണനിലവാരമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ നടത്തി വൻ ക്രമക്കേട് നടത്തി എന്നുള്ളതാണ് ഈ കമ്പനിക്കെതിരെയുള്ള ആരോപണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 172ഓളം ഘടകഭാഗങ്ങൾ, ചെറിയ ചെറിയ കമ്പോണൻസ്, അത് നിർമ്മിച്ച് നൽകാനായിട്ട് ഈ ടെക് എയറോ ഡിവൈസസിന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 18 പർച്ചേസ് ഓർഡറുകൾ നൽകിയിരുന്നു. അപ്പോൾ ഈ യന്ത്രഭാഗങ്ങൾ ഇവർക്ക് നൽകുന്നതിന് മുമ്പ് അത് കർശനമായ ഗുണനിലവാര പരിശോധനകൾക്ക് വിധേയമാക്കിയിരിക്കണം എന്ന ചട്ടമുണ്ട്. പക്ഷേ ഇവർ അതിനുവേണ്ടി ചെയ്തത് ഹൈദരാബാദിലുള്ള ആക്സിസ് ഇൻസ്പെക്ഷൻ സൊല്യൂഷൻസ് എന്ന ഗുണനിലവാര പരിശോധന ഏജൻസിയുടെ അവരുടെ 199 ടെസ്റ്റ് റിപ്പോർട്ടുകൾ വ്യാജമായി നൽകി എന്നുള്ളതാണ് ആരോപണം.
അപ്പോൾ ഈ HAL നടത്തിയ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നടത്തിയ ആഭ്യന്തര ഓഡിറ്റിലും തുടരന്വേഷണത്തിലും ഈ അന്വേഷണ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഈ സാക്ഷ്യപ്പെടുത്തലുകളെല്ലാം തന്നെ വ്യാജമായി നിർമ്മിക്കപ്പെട്ടതാണെന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ പരിശോധന ഏജൻസിയായ ആക്സിസ് ഇൻസ്പെക്ഷൻ സൊല്യൂഷൻസും തങ്ങൾ ഇത്തരം പരിശോധനകളൊന്നും നടത്തിയിട്ടില്ല, തങ്ങളുടെ പേരിൽ നേരത്തെ പറഞ്ഞ ടെക് എയറോ ഡിവൈസസ് വ്യാജ രേഖകൾ ചമച്ചതാണ് എന്ന് അവരും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി ഈ കമ്പനി ടെക് എയറോ ഡിവൈസസ് എന്ന് പറയുന്ന കമ്പനി പെട്ടു. അവരെ വഞ്ചന നടത്തിയതിൻ്റെ പേരിൽ ഇപ്പോൾ അവരുടെ കരാറിൽ നിന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. 3 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തി, ഡീബാർ ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ വിലക്ക് ഏർപ്പെടുത്തി. അതുകൊണ്ട് തീർന്നില്ല, വ്യാജരേഖകൾ സമർപ്പിച്ചതിനാൽ ഇവരുമായി ബന്ധപ്പെട്ട് ഇതുവരെ അവർ നൽകിയ സാധന സാമഗ്രികൾക്ക് നയാ പൈസ കൊടുക്കേണ്ടതില്ലെന്നും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തീരുമാനിച്ചു. ഇതുകൂടാതെ ഇതിൻ്റെ സ്ഥാപന ഉടമ ശിവരാമ പ്രസാദ് എന്ന് പറയുന്ന ആൾക്കെതിരെ വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പോലീസിൽ പരാതി നൽകുകയും അതുപ്രകാരം ഇയാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തേജസ് യുദ്ധവിമാനങ്ങളുടെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, പിന്നീടും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരാൾനാശമുണ്ടായ അപകടം ഈ ദുബായ് എയർ ഷോയ്ക്കിടെ നടന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യാഘാതങ്ങൾ നമ്മുടെ വ്യോമസേനയ്ക്കും രാജ്യത്തിനും നേരിടേണ്ടി വന്നു. കാരണം ഈ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ലഭിച്ചിരുന്ന കയറ്റുമതി ഓർഡറുകൾ സംബന്ധിച്ച് ചില അവ്യക്തതകൾ പിന്നീടുണ്ടായി. ചില രാജ്യങ്ങൾ ഇതിൽ നിന്ന് പിന്നോക്കം പോയി. ഈ തേജസ് യുദ്ധവിമാനങ്ങൾ അടിയന്തരമായി ഏതാണ്ട് 40ഓളം തേജസ് യുദ്ധവിമാനങ്ങൾ നിലവിൽ വ്യോമസേനയുടെ ഭാഗമായിരുന്നു. ഈ വിമാനങ്ങളെല്ലാം തന്നെ അടിയന്തര സുരക്ഷാ പരിശോധനകൾക്കും വിധേയമാക്കേണ്ടി വന്ന ഒരു സംഭവം കൂടിയാണ് ദുബായിൽ അന്നുണ്ടായത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി ആ അന്വേഷണം പൂർത്തിയായാൽ തന്നെ അത് രഹസ്യ സ്വഭാവമുള്ളതായ ഒരു സംഗതി ആയതുകൊണ്ട് അത് പുറത്തുവിടാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോഴും ഈ അവ്യക്തതകൾ, ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഈ ആശങ്കകൾ പൂർണ്ണതോതിൽ പരിഹരിക്കപ്പെടാൻ പര്യാപ്തമായ യാതൊന്നും തന്നെ ഇപ്പോഴും പൊതുമധ്യത്തിൽ ലഭ്യമല്ല എന്നുള്ളതാണ് വാസ്തവം.